കെ.സി. വേണുഗോപാലിനെയും ഷാഫി പറമ്പിലിനെയും വിമർശിച്ച് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. ഷാഫിയുടെ മൂക്കിന്റെ പാലമേ ഇപ്പോൾ പൊട്ടിയിട്ടുള്ളൂ എന്നായിരുന്നു EP-യുടെ മുന്നറിയിപ്പ്. സൂക്ഷിച്ചു നടന്നാൽ കൊള്ളാം എന്നും EP പറഞ്ഞു. ഇങ്ങനെ ഒരു MP ഉണ്ടായത് നാടിന്റെ കഷ്ടകാലമാണ് എന്നും EP വിമർശിക്കുന്നു. എന്ത് കണ്ടിട്ടാണ് പോലീസിനെതിരെ പറയുന്നത് എന്നായിരുന്നു കെ.സിക്കെതിരായ EP-യുടെ ചോദ്യം. പോലീസിന്റെ തൊപ്പി കാണുമ്പോൾ ഓടുന്നവരല്ലേ നേതാവായിട്ട് അവിടെ ഇവിടെ കിടക്കുന്നത്, പാലം പൊട്ടിയിട്ടും പാലം പൊട്ടാണ്ടൊക്കെ. ഇതിവിടെ ഒരു MP അഹംഭാവം, ധിക്കാരം, താൻ പ്രമാണിത്വം. ആരാണ് ധാരണ? അത് കോൺഗ്രസ് ഓഫീസിൽ പോയി പറഞ്ഞാൽ മതി കേട്ടോ. നേരെ ഇങ്ങോട്ട് വന്നാൽ അപ്പോൾ അറിയും. ആരാന്ന വിചാരം എന്നാണ് ചിറ്റപ്പൻ ചോദിക്കുന്നത്. ജയരാജ, നിന്റെയൊക്കെ തന്തയാണെന്ന് തന്നെയാണ് വിചാരം. വെറുതെ വിചാരിക്കുന്നതെന്നല്ല, നിന്റെയൊക്കെ തന്ത തന്നെ. എങ്ങനെയാണെന്നറിയാമോ? ജയരാജ മറന്നിട്ടില്ലല്ലോ ഒന്നും. 1,14,506 വോട്ടിന് വടകരയിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥി കേരളത്തിന്റെ ടീച്ചറമ്മ തോറ്റ് തപ്പിയിട്ടിട്ടും പെട്ടി എണ്ണിയപ്പോൾ 8 നിലയിൽ പൊട്ടിയിട്ടും നിങ്ങൾക്ക് ഇനിയും ആ തോൽവി അങ്ങ് അംഗീകരിക്കാൻ കഴിയുന്നില്ല അല്ല ജയരാജ? പിന്നെ എന്താ അഹങ്കാരത്തിന് എന്തിനാ കുറക്കുന്നത് ജയരാജ? കുറച്ച് അഹങ്കാരമൊക്കെ ആവാലേ. കാരണം വടകരയില് ശൈല ടീച്ചറെ പരാജയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഇച്ചിരി അഹങ്കാരം മാത്രമല്ല, നിന്റെയൊക്കെ തന്തയാവാനുള്ള യോഗ്യതയുമുണ്ട് ജയരാജ. ജയരാജന്റെ യോഗ്യത എന്താണ്? ജയരാജന്റെ യോഗ്യത എന്താണ്? റിസോർട്ടിലും ഹോട്ടൽ റൂമുകളിലും RSS നേതാക്കളെ സന്ദർശിച്ചുകൊണ്ട് ഡീലുകൾ ഉണ്ടാക്കിയെടുക്കുന്നതാണോ ജയരാജ? ജയരാജന്റെ രാഷ്ട്രീയ പാരമ്പര്യം അതാണോ? രാഷ്ട്രീയ യോഗ്യത അതാണോ? ധാർമ്മികത ജയരാജ? എളിക്കല്ല ജയരാജ കൂടുതല്. സ്വജനപക്ഷപാതവും അഴിമതിയും കൊള്ളയും കൊള്ളിവെപ്പും അയ്യപ്പന്റെ സ്വർണം പോലും കട്ടുമുടിച്ച് കൊള്ളയടിച്ച് ഒരു ഭരണം നടത്തുന്ന നിങ്ങളാണോ ഈ പറയുന്ന ധാർമ്മികതയും ഈ പറയുന്ന മാന്യതയും ഒക്കെ പഠിപ്പിക്കുന്നത്? ആരാടാ ജയരാജ പോലീസിനെ കണ്ടപ്പോ ഓടിയത്? പോലീസിന്റെ മുന്നിൽ ഉശിരോടെ നിന്ന് പൊരുതിയവനാ ഷാഫി പറമ്പില്. ആരാ പോലീസിനെ കണ്ടപ്പോ ഓടിയിട്ടുള്ളത്? ഭയപ്പെടുത്തലൊന്നും ഇങ്ങോട്ട് വേണ്ട ജയരാജ. ആ ഭീഷണിയും ഭയപ്പെടുത്തലും ഒക്കെ അടിമകളുടെ മുന്നിൽ നടത്തിയാൽ മതി. അത് ഷാഫി പറമ്പിലിന് നേരെ വേണ്ട. വടകരയുടെ മണ്ണില് നിങ്ങളെ എതിർത്ത് കഴിഞ്ഞാൽ, നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കെതിരെ പോരാടി കഴിഞ്ഞാൽ അയാളെ നിങ്ങൾ കായികമായിട്ട് നേരിടുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊരു തർക്കവും ഇല്ല. പക്ഷേ അത് TP ചന്ദ്രശേഖരനെ വെട്ടി വീഴ്ത്തിയതുപോലെ ഷാഫിയെ വെട്ടി വീഴ്ത്താമെന്ന് നിങ്ങൾ ആരും കരുതേണ്ട. മനസ്സിലായില്ലേ? അതൊക്കെ നിങ്ങളുടെ വ്യാമോഹങ്ങൾ മാത്രമാണ് ജയരാജ, നിങ്ങളുടെ വ്യാമോഹങ്ങൾ മാത്രമാണ്. അയാളെ വെട്ടി വീഴ്ത്താമെന്ന് നിങ്ങൾ ഒരുത്തനും കരുതേണ്ട. അയാളുടെ രോമത്തിൽ തൊടാൻ നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങൾ പോലീസിനെ വെച്ചുകൊണ്ട്, നിങ്ങൾ തിരക്കഥയൊരുക്കിക്കൊണ്ട് അയാളുടെ മൂക്കിന്റെ പാലം ലാത്തി വെച്ച് അടിച്ചു പൊട്ടിച്ചിട്ടുണ്ടാവും. ആ ഒരു മൂക്ക് തകർന്നത് കൊണ്ട് പിന്മാറുമെന്ന് നിങ്ങൾ കരുതിയോ? തിരിച്ചു വരവ് പൂർവാധികം ശക്തിയോടുകൂടി ആയിരിക്കും. അത് നിങ്ങളുടെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഈ പറയുന്ന ജയരാജന് സംശയമില്ല. നിങ്ങൾ ഇത്ര പ്രകോപിതരാവുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇത്ര അസ്വസ്ഥരാവുന്നുണ്ടെങ്കിൽ, ഇത്ര ആകുലത നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ പിടിച്ചുലക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. ആ പേരാണ് ഷാഫി പറമ്പിൽ. വടകരയിലെ തോൽവി മാത്രമല്ല നിങ്ങളെ ഭയപ്പെടുത്തുന്നത്. ആ തോൽവിക്ക് ശേഷം ഈ പറയുന്ന വടകര പാർലമെന്റ് മണ്ഡലത്തിൽ, അതായത് തലശ്ശേരിയിലാണെങ്കിലും കൂത്തുപറമ്പിലാണെങ്കിലും, വടകരയിലാണെങ്കിലും കുറ്റ്യാടിയിലാണെങ്കിലും നാദാപുരത്താണെങ്കിലും പേരാമ്പ്രയിലാണെങ്കിലും കൊയിലാണ്ടിയിലാണെങ്കിലും ഈ പറയുന്ന എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും നിങ്ങളുടെ കോട്ടകളിൽ വീഴുന്ന വിള്ളല്, നിങ്ങളുടെ കോട്ടകൾ തകർന്ന് തരിപ്പണമാകുന്നത്, ഇതൊക്കെ കണ്ടും കേട്ടും നിൽക്കാൻ നിങ്ങൾക്ക് ത്രാണിയില്ല. അത് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതൊക്കെ നിങ്ങളെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു ജനപ്രതിനിധിയെ നിങ്ങൾ അങ്ങനെ അങ്ങ് വിരട്ടി മൂലക്കിരുത്താമെന്ന് കരുതേണ്ട ജയരാജ. ഇത് RSSകാരല്ല. നിങ്ങൾ കൈ കൊടുക്കാൻ പോകുമ്പോൾ കൈ തരാനും, നിങ്ങൾ ഡീല് പറയുമ്പോൾ ഡീല് പറയാനും ഇത് RSSകാരല്ല. RSSുമായിട്ട് നിങ്ങൾക്ക് ഡീലുകളുണ്ട്. ആ ഡീലുകൾ നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദൂതനാണ് ഈ പറയുന്ന EP ജയരാജൻ. ചിറ്റപ്പൻ മന്ത്രിയായല്ലോ. ചിറ്റപ്പൻ മന്ത്രിയായിട്ട് എന്താ ചെയ്തത്? ചിറ്റപ്പൻ എന്ന പേര് തന്നെ ഈ പറയുന്ന EP ജയരാജന് എങ്ങനെയാ വന്നത്?
സ്വജനപക്ഷപാതം കാട്ടി അവസാനം ആ മന്ത്രിക്കസയിൽ നാണം കെട്ട് രാജിവെച്ച് ഇറങ്ങേണ്ടി വന്നില്ല ചിറ്റപ്പ. എന്നിട്ടും അഹങ്കാരത്തിന് ഒരു കുറവുമില്ലല്ലോ. ധാർഷ്ട്യവും ഹുങ്കും അഹങ്കാരവും അല്ലാതെ മറ്റെന്താണ് ചിറ്റപ്പ കൈമുതലായിട്ടുള്ളത്? പിന്നെ ഉള്ളത് അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച കുറെ പണവും. അതിനപ്പുറത്തേക്ക് എന്താണുള്ളത്? ഇവിടുത്തെ വിശ്വാസികളെയും അയ്യപ്പ ഭക്തരെയും ഒക്കെ കബളിപ്പിച്ചുകൊണ്ട് അയ്യപ്പന്റെ സ്വർണം കട്ടുമുടിച്ചുകൊണ്ട് പിന്നെയും പിന്നെയും അഹങ്കാരവും ധാർഷ്ട്യവുമായിട്ട് പൊതുജനത്തിന്റെ മേൽ കഴുത കേടാൻ വന്നു കഴിഞ്ഞാൽ ചിറ്റപ്പ വെറുതെ ഇരിക്കുമെന്ന് കരുതേണ്ട ചിറ്റപ്പ. രാഷ്ട്രീയമായി നേരിടേണ്ടതിനെ രാഷ്ട്രീയപരമായി നേരിടണം. ആശയപരമായിട്ട് നേരിടാൻ കഴിയാതെ വരുമ്പോ ഇത്തരത്തിൽ കായികപരമായിട്ട് നിങ്ങൾ നേരിടും, ഇല്ലായ്മ ചെയ്യുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ തന്നെയാണ് വടകരയുടെ മണ്ണിൽ പ്രവർത്തിക്കുന്നത്. ഒരുത്തനെയും കണ്ട് ഭയന്ന് പിന്മാറുന്ന കൂട്ടത്തിലല്ല ജയരാജ ഷാഫി പറമ്പില്. അത് നിങ്ങൾ കണ്ടതല്ലേ. നിങ്ങൾ കുറെ എണ്ണം കുണുകുണു അടിമകള് ഷാഫി പറമ്പിലെ തടഞ്ഞില്ലേ മേപ്പയ്യൂരില്? എന്താ സംഭവിച്ചത്? എന്നിട്ട് അയാൾ പിന്നോട്ട് പോയോ? അയാൾ പിന്നോട്ട് പോകില്ല. അയാൾ പിന്നോട്ട് പോവാനല്ല, മുന്നോട്ട് കുതിക്കാൻ തന്നെയാണ് വടകരയുടെ മണ്ണിൽ വന്ന് കാലുകുത്തിയത് എന്ന് മാത്രമല്ല, നിങ്ങളുടെ കോട്ടകൾ ഓരോന്നോരോന്നായി വെട്ടിപ്പൊളിക്കും. നിങ്ങൾ ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഒഞ്ചിയത്തിന്റെ മണ്ണിൽ നിങ്ങൾ TP ചന്ദ്രശേഖരന്റെ ചോര വീണ മണ്ണില്, ആ മണ്ണില് ഷാഫിയെ വകവരുത്താമെന്ന്, ഷാഫിയെ ഇല്ലായ്മ ചെയ്യാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വെറും തെറ്റായ ധാരണകൾ മാത്രമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാലിനടിയിൽ നിന്ന് മണ്ണൊലിച്ചു പോകുമ്പോൾ ഇങ്ങനെ വിഡ്ഢിയെ പോലെ നോക്കി നിന്നിട്ട് കാര്യമില്ല. പ്രവർത്തനങ്ങൾ കൊണ്ട്, രാഷ്ട്രീയം കൊണ്ട് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നുള്ള പരിശ്രമങ്ങൾ നടത്തുക. അതിനപ്പുറത്തേക്ക് ഭയപ്പെടുത്തിക്കൊണ്ടും അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന ഭീഷണിപ്പെടുത്തിക്കൊണ്ടുമൊക്കെ ഷാഫിയെ പിന്നോട്ടടിപ്പിക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഇത് ജയരാജനല്ല. ജയരാജന്റെ തന്തയാണ് ഷാഫി പറമ്പിൽ എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ആ ഒരു ബോധ്യം ആരാണെന്നുള്ള ചോദ്യത്തിന് മറുപടി അത് തന്നെയാ. ആരാണെന്ന വിചാരമെന്നല്ലേ ജയരാജൻ ചോദിക്കുന്നത്? നിന്റെയൊക്കെ തന്ത തന്നെയാണ് എന്ന് തന്നെയാ വിചാരം. ആ ഒരു വിശ്വാസത്തിലും ആ ഒരു ധാരണയിലും ആ ഒരു അഹങ്കാരത്തിലും തന്നെയാണ് വടകരയുടെ മണ്ണിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താ അഹങ്കരിക്കാൻ പാടില്ലെന്ന്? നിങ്ങൾക്ക് മാത്രമേ അഹങ്കാരം പാടുള്ളൂ എന്നുണ്ടോ? ഷാഫിയുടെ സ്വീകാര്യത, അയാളുടെ ജനപിന്തുണ കാണുമ്പോൾ നിങ്ങൾക്ക് ഹാലിളകുന്നുണ്ടോ? ഹാലിളകിക്കോ, നിങ്ങൾ ഭീഷണിപ്പെടുത്തിക്കോ. എന്നിട്ട് ആ ഭീഷണികൾക്കൊന്നും ഷാഫിയുടെ ഡയറിയിൽ, അയാളുടെ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ, അയാളുടെ ജീവിതത്തിൽ ഈ ഭീഷണിക്കൊന്നും യാതൊരു വിലയുമില്ല. അതൊക്കെ ജയരാജൻ ഈ പറയുന്ന അടിമകളോട് നടത്തിയാൽ മതി. അന്തംഗമ്മികളായിട്ടുള്ള കുറെ അടിമകളില്ലേ, ആ അടിമകളോട് നടത്തിയാൽ മതി. അതിനപ്പുറത്തേക്ക് ജയരാജന്റെ ഈ പറയുന്ന ഭീഷണിയൊന്നും ഷാഫി പറമ്പിലിനോട് വേണ്ട. മനസ്സിലായില്ലേ? ഭരണമുണ്ട്, അധികാരമുണ്ട്, പിണറായി വിജയനാണ് ആഭ്യന്തരമന്ത്രി എന്നൊക്കെ കരുതിയിട്ട് RSSന് 3 എഴുതി കൊടുത്തിരിക്കുന്ന ഈ ആഭ്യന്തര വകുപ്പിന്റെ സപ്പോർട്ടോടുകൂടി, സഹായത്തോടുകൂടി നിങ്ങൾ ഒരുക്കുന്ന തിരക്കഥക്കനുസരിച്ച് ഈ കാക്കിയിട്ട സഖാക്കൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ കാലം എന്ന് പറയുന്നത് അധിക ദൂരമില്ല. പിണറായി വിജയന് തീരെഴുതി കൊടുത്തതല്ല കേരളം. പിണറായി വിജയനെ കേരളത്തിന്റെ ആജീവനാന്ത മുഖ്യമന്ത്രിയായിട്ട് ആരും തെരഞ്ഞെടുത്തിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കുന്നത് നല്ലതാ. മനസ്സിലായില്ല ജയരാജന് എത്രയൊക്കെ RSSകാരെ കണ്ടാലും, ഏതൊക്കെ പ്രകാശ് ജാവദേക്കർമാരെ കണ്ടാലും, എത്രയൊക്കെ ഡീലുകൾ നടത്തിയാലും, എത്രയൊക്കെ രഹസ്യമായ ചർച്ചകൾ നടത്തിയാലും, അന്തർധാരകൾ എത്രയൊക്കെ സജീവമാക്കിയാലും, ജയരാജ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് നിങ്ങളുടെ ശവപ്പെട്ടിയിലുള്ള ആണിയടിക്കൽ തന്നെയാണ്. CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ആ ശവപ്പെട്ടിയിലുള്ള ആണിയടിക്കൽ തന്നെയായിരിക്കും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. മനസ്സിലാക്കിയാൽ നല്ലത്. അതിനപ്പുറത്തേക്ക് ഭീഷണിപ്പെടുത്തിയിട്ട് ഭയപ്പെടുത്തി ഷാഫി പറമ്പിലിനെ അങ്ങ് മൂലക്കിരുത്താമൊക്കെ എന്നൊക്കെ കരുതുന്നുണ്ടെങ്കിൽ ജയരാജ, നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്ന് മാത്രമേ ഓർമ്മിപ്പിക്കാനുള്ളൂ. നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്.
നിങ്ങൾ ഡീലുകൾ നടത്തിയ സംഘപരിവാറുകാരനെ പോലെയോ RSSകാരനെ പോലെയോ അല്ല ഷാഫി പറമ്പിൽ എന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ അടിമകൾക്ക് മുന്നിൽ അത് സമ്മതിക്കാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. പക്ഷെ അത് കരുതിയിട്ട് ഈ അടിമകളുടെ മുന്നിൽ ആളാവാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഭീഷണി മുഴക്കിക്കൊണ്ട് അയാളെ അങ്ങ് ഇല്ലാതാക്കാം, ഇപ്പൊ മൂക്കല്ല പൊട്ടിയുള്ളൂ, സൂക്ഷിച്ചിരുന്നോ, തല അങ്ങ് അറുത്ത് കളയുമെന്നൊക്കെ പറഞ്ഞാല് ഒക്കെ നിന്റെ വീട്ടിൽ പോയി പറയടോ എന്ന് ജയരാജനോട് ഞങ്ങൾ തിരിച്ചു പറയും. മനസ്സിലായില്ലേ? വീട്ടിൽ പോയി പറയടോ എന്ന് ജയരാജനോട് ഞങ്ങൾ തിരിച്ചു പറയും. അത്രയേ ഉള്ളൂ. രാഷ്ട്രീയം രാഷ്ട്രീയപരമായിട്ട് നേരിടണം, ആദർശത്തെ ആദർശപരമായി നേരിടണം. അതൊന്നും കഴിയാത്തവന്റെ മുന്നിൽ തിരിച്ച് അതിൽ കൂടുതൽ, മനസ്സിലായില്ലേ, മാന്യമല്ലാത്ത രീതിയിൽ പ്രതികരിക്കാനും ഞങ്ങൾക്കറിയാം. ഇങ്ങോട്ട് ലഭിക്കുന്നത് അങ്ങോട്ട് ലഭിക്കണമെന്ന് വാശി പിടിക്കരുത് ജയരാജ. ഇങ്ങോട്ടും മാന്യമല്ലാത്ത രീതിയിൽ, സഭ്യമല്ലാത്ത രീതിയിൽ, ഭീഷണിയുടെ രീതിയിൽ, ദാർഷ്ട്യത്തിന്റെ രീതിയിൽ, ധിക്കാരത്തിന്റെ രീതിയിൽ ഇങ്ങോട്ട് പെരുമാറാമെങ്കിൽ അതിന്റെ ഡബിൾ മടങ്ങ് ദാർഷ്ട്യത്തോടു കൂടി അങ്ങോട്ട് പെരുമാറാനും ഞങ്ങൾക്ക് അറിയാം ജയരാജ. അങ്ങനെ ഭയപ്പെടുത്തി മൂലക്കിരുത്താമെന്ന് കരുതേണ്ട.